ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റിൽ മനസ്സിലായ ടൈറ്റിൽ നെയിമാണ് മൈ ഹാർട്ട് ബോക്സർ. ഓക്കെ, നമ്മൾ ഷുഗ ഒരു ബോക്സിങ് കോച്ച്, അതുമാത്രമല്ല ജിം വെച്ച് ബോക്സിങ് അത് വെച്ച് റൺ ചെയ്യാനാണ് ഷുഗ. മുമ്പ് ഒരു ബോക്സർ ട്രെയിനിങ് അതുതന്നെ കമ്പനി വെച്ച് റൺ ചെയ്യാനാണ് ഷുഗ. ഒരു CEO ആണ്. അതുമാത്രമല്ല ഒരു കമ്പനി CEO, അത് ബോക്സിങ് ട്രെയിനിങ് കമ്പനി വെച്ച് റൺ ചെയ്യാനും ബോഡി ഗാർഡ് മതി. അതുമാത്രമല്ല ഒരു കമ്പനി ഫേമസ് CEO ആണ്. അതുമാത്രമല്ല കമ്പനി റൺ ചെയ്യുക. അതുമാത്രമല്ല നമ്മളെ ഹീറോ ഒരു ഇന്ത്യൻ ഗേൾ, നല്ല ട്രഡീഷണൽ ഗേളാണ്. അത് ഷുഗ ഒരു ദിവസം ഷുഗ പറഞ്ഞ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ഫ്രണ്ട്സുകളെ സംസാരിച്ച് ഒരു പാട്ട് ചെയ്ത് അതേ ഹോട്ടലിലേക്ക് ഹീറോ വന്നായിരുന്നു. അങ്ങനെ ഹോട്ടൽ പറഞ്ഞ് ഒരു ഹോട്ടൽ പറഞ്ഞ് അവിടെ ഫ്ലാറ്റ് റൂം വല്ലതും ഉണ്ടായിരുന്നു താമസിക്കാൻ. അങ്ങനെ ഒരു ഗോവൾക്ക് ഷുഗ റിച്ചാണ്. അങ്ങനെ ഭയങ്കര ഫേമസ് റിച്ചാണ്. അങ്ങനെ ആ പെണ്ണ് ഷുഗർക്ക് പ്രപ്പോസ് നിറയെ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഷുഗ അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു. ഷുഗ പറഞ്ഞായിരുന്നു എനിക്ക് മാരേജ് ഇൻട്രസ്റ്റിൽ. അങ്ങനെ ഷുഗ പറഞ്ഞു വിട്ടായിരുന്നു. അത് കേട്ട് ഷുഗ പറഞ്ഞു കേട്ട് അപ്പം എനിക്കൊരു ടെൻഷനായിരുന്നു. ഇവന് ഞാൻ തന്നെ മാരേജ് കഴിക്കുക എന്ന് ആ പെണ്ണ് പ്ലാൻ ചെയ്തായിരുന്നു. എങ്ങനെ ഷുഗനെ മാരേജ് കഴിക്കുള്ളൂ ഷുഗനെ കൊണ്ട് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഷുഗ ഒരു ഡ്രിങ്ക് കുടിക്കുന്ന ഡ്രിങ്കിൽ ഒരു ടാബ്ലറ്റ് അത് കളിക്കുമായിരുന്നു. ഷുഗക്ക് ആ ന്യൂസ് ഷുഗക്ക് കേട്ടായിരുന്നു. എന്താ ഞാൻ കുടിക്കുന്ന ഡ്രിങ്കിൽ ഇട്ട് കൊടുക്കും. ഷുഗക്ക് ഒരു സ്മോക്ക് ചെയ്തായിരുന്നു. ഷുഗ ഓക്കെ നീ കുടിക്കുമല്ലേ. അങ്ങനെ ഷുഗ ഒരു പ്ലാൻ ചെയ്ത് ആ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഷുഗ അവിടെ നിന്ന് പോയായിരുന്നു. അതുമാതിരി ആ ഡ്രിങ്ക് ആ പെണ്ണ് തന്നെ കുടിച്ച് ആ പെണ്ണിൻ്റെ ഫാമിലീസ് എല്ലാം വന്നിരുന്നു. അങ്ങനെ ഷുഗ ഇത് വിട്ട് ശരിയല്ല. അങ്ങനെ ഷുഗ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ഷുഗ ഹോട്ടൽ റൂമിൽ വേറെ ഒരാളെ വെച്ച് ഷുഗ അവിടെ നിന്ന് പോയിരുന്നു. അതെ ഹോട്ടൽ. അങ്ങനെ ഷുഗ അവിടെ നിന്ന് പോയിരുന്നു. അങ്ങനെ രാത്രി ഇങ്ങനെ ഡ്രൈവിങ് ചെയ്ത് പോകുമ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഒരു ഗേൾ ഉണ്ടായിരുന്നു. ഹീറോ ഓടി വരായിരുന്നു. കുറച്ച് ബോയ്സ് ട്രാക്ക് ചെയ്ത് ട്രൈ ചെയ്തിരുന്നു. ഷുഗ അയ്യോ ആരാ എന്ന് നോക്കുമ്പോൾ ഹീറോ ആയിരുന്നു. ഹീറോ പേടിച്ചിട്ട് ഓടി വരായിരുന്നു. ഷുഗ ഇടിച്ചായിരുന്നു. സർ ഹീറോ വീണു. ഷുഗ നോക്കി ഷോക്കായിരുന്നു. അപ്പോൾ നോക്കിയായിരുന്നു. ഷുഗ ഇറങ്ങി വരുമ്പോൾ ഷുഗർ കണ്ടോ കുറച്ച് അതിലൊരാടിയാൾക്ക് മനസ്സിലായി ലീറ്റർ മതി. അയ്യോ ഈ ഫേമസ് ആള് റിച്ച് ഇവരങ്ങളെ കൈവച്ചാവല എന്ന് പേടിച്ച് അവർ ഓടിപ്പോയിരുന്നു. ഹീറോയിനെ കണ്ട് ഷുഗ നോക്കിയിരുന്നു. ഹീറോയിനെ ക്യൂട്ടായിട്ടുണ്ടല്ലോ. എന്നെ ഹീറോയിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിരുന്നു. അവൻ ഹോസ്പിറ്റലിൽ ഗുൾഗൂസ് വെച്ചായിരുന്നു. ഹീറോയിൻ എതിർച്ചിൽ മയങ്ങി വീണായിരുന്നു. അങ്ങനെ ഷുഗ കാക്കായിരുന്നു. ഹീറോയിൻ കണ്ണ് തുറന്നു. ഹീറോയിൻ നെട്ടിടിച്ചായിരുന്നു. ഇനി മയണിക്കേണ്ട എന്ന് ഷുഗ പറയുന്നു. താങ്ക് യു സർ. ശരി ഓക്കെ ഇറ്റ്സ് ഓക്കെ. ആരാ നീ കേട്ട് ഷുഗ കേൾക്കായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലായിരുന്നു. എന്താ സാർ പറയുന്ന? ഓ ഇവൾക്ക് കൊറിയൻ അറിയില്ല. ഇംഗ്ലീഷ് സംസാരിക്കുക. അതെ സാർ. നീ എന്തിനാ വന്ന? സാർ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാണ് അവിടെ ജോലിക്കുന്നത്. എനിക്ക് കൊറിയൻ അറിയാതെ കൊണ്ട് ജോബ് വന്ന. അതെ സാർ എനിക്കിവിടെ കൊറിയൻ അറിയില്ല. അതുമുതല എൻ്റെ ഫ്രണ്ട് ഇവിടെ ജോബൊക്കെ വന്നതാണ്. ജോബൊക്കെ വന്ന് ട്രെയിൻ ചെയ്തതാണ് മാത്രമല്ല സാർ കൊറിയൻ അറിയാതെ നിറയെ ജോബ് എനിക്ക് പോയിരുന്നു സാർ എന്ന് ഷുഗ എന്നോട് പറയായിരുന്നു. ഹീറോയിനെ കണ്ട് ഷുഗ പിടിച്ചായിരുന്നു. പേരെന്താ? എന്താ സാർ എന്താ നെയിം എന്ന് ഷുഗ കേട്ടായിരുന്നു ഇംഗ്ലീഷിൽ. ഹീറോയുടെ പേര് പറഞ്ഞായിരുന്നു. സാർ എൻ്റെ പേര് അനു. കല്യാണം കഴിഞ്ഞു എന്ന് ഷുഗ കേട്ടായിരുന്നു. ഇല്ല സാർ സിംഗിളാണോ സാർ. ബോയ് ഫ്രണ്ട് അതൊന്നുമില്ല അല്ലേ? എൻഗേജ്മെൻറ്റ് ഇല്ല സാർ. ഓ അങ്ങനെയാണോ? ഷുഗ എൻ്റെ പേരെന്താ? എൻ്റെ കമ്പനി ജോയിൻ ചെയ്തത് ഷുഗ പറഞ്ഞായിരുന്നു. സെക്രട്ടറിമാർ ചോദിച്ചായിരുന്നു. സാർ അത് ഇംഗ്ലീഷ് അറിയൂലേ? അറിയൂ സാർ. ശരി ഓക്കെ എന്ന് ഷുഗ പറഞ്ഞായിരുന്നു. സാർ സെക്രട്ടറി ഇല്ല എൻ്റെ സെക്രട്ടറി കുറച്ച് നാൾ പോയിരുന്നു. എൻ്റെ സെക്രട്ടറി വന്ന ശേഷം നീ ഇവിടെ നിനക്ക് പോവാ എന്ന് പറഞ്ഞായിരുന്നു. സാർ ഞാൻ അങ്ങനെ പോകുന്നത് ശരി കുറച്ച് ട്രെയിനിങ് എന്നൊക്കെ പിടിച്ച മതി സാർ. ശരി എനിക്ക് കുറച്ച് ട്രിപ്പ് വന്നതാ സാർ എന്ന് ഷുഗറിൻ്റെ പറഞ്ഞായിരുന്നു. ഞാൻ ഹീറോയ്ക്ക് മാരേജ് വെച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ മാരേജ് തപ്പിച്ച് വന്നതായിരുന്നു. അത് ഫ്രണ്ടിനോട് പറയായിരുന്നു. മച്ചി അങ്ങനെയായിട്ട് മൺഡേ അവനക്ക് കല്യാണം കഴിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഹീറോയെ സമാധാനമാക്കി ഫ്രണ്ടിനോട് പറയായിരുന്നു. ഫ്രണ്ട് പറയാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ നീ പറയുന്നത്? മാരേജാ?
അതെ മച്ചി, എന്താ ചെയ്യുക, അവനൊക്കെ വെച്ച് മാരേജ് ചെയ്യാൻ എന്നെ പ്ലാൻ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടി വന്നതാ എന്നെ ഹീറോയി പറഞ്ഞാൽ. ഇത് കേട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത്, മച്ചി മാരേജ് കാര്യം അതേടി. പിന്നെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, 2 ഫ്രണ്ട്സിനോട് പറയായിരുന്നു. അപ്പം ഐക്യ ഹീറോയി പറയുന്നു, അനു ഇങ്ങനെ ടെൻഷൻ ആക്കാണ്ട് അങ്ങനെ പ്രിയ പറയായിരുന്നു. അതുപോലെ കീർത്തി പറയുന്നു, നീ ഇത് വിട്ട് ശരിയാവില്ല ഇങ്ങനെ പറയുന്നത്, നീ മാരേജ് കഴിച്ചാൽ പ്രശ്നം സോൾവ് ആകൂടെ എന്ന് ഹീറോയിനോട് പറഞ്ഞാണ്. ഹീറോയി പറയുന്നതാണ്, മാരേജാ അതെങ്ങോട്ടും മറ്റേ സെറ്റാവും എന്ന് ഹീറോയി ചോദിച്ചത്. നീ മാരേജ് കഴിച്ച് നോക്കൂ, മാരേജ് കഴിച്ച് എല്ലാം സോൾവ് ആവും എന്ന് പറയുന്നു. ഞാൻ ആരുടെയും മാരേജ് കഴിക്കാൻ പോകുന്നത് എന്ന് ഹീറോയി തയങ്ങിയായിരുന്നു. ഇല്ലടി, നമ്മൾ സിഒ സാറിന് മാരേജ് ചെയ്യാൻ പൂടി. അതെങ്ങനെയുണ്ട് സിഒ സാറിന്, അത്രയല്ല സിഒ സാറിന് മാരേജ് കഴിക്കുന്നത്, എന്താടി പ്രശ്നവും കാണാൻ ആൻസർ ആയിട്ടുണ്ടല്ലേ, അതുകൊണ്ടായിട്ട് പ്രശ്നമില്ലടി. അതുമാത്രമല്ല അനുവിനോട് പ്രിയ കേട്ടായിരുന്നു, മച്ചി നിനക്ക് കല്യാണം കഴിഞ്ഞിന് ഒരു ബേബി ഉണ്ട് കാര്യം നീ കളവ് പറഞ്ഞിട്ടുണ്ടല്ലേ. അതെ മച്ചി, അതൊക്കെ ഞാൻ ആരെ വിളിച്ചോണ്ട് പോവാ, ആരെ ബേബി എടുത്തോണ്ട് പോവാ എന്ന് ഹീറോയി ചോദിച്ചായിരുന്നു. അത് കേട്ട് എല്ലാം ഷോക്കായിരുന്നു. നീ ഇങ്ങനെ കളവ് പറഞ്ഞ വേറെ എന്ത് വഴിയുണ്ട് മച്ചി, എനിക്ക് ഒരു ബേബി ഉണ്ട് പറഞ്ഞു എന്ന് കേട്ട് ഫ്രണ്ട് പറയുന്നു. അവനോട് ചുമ്മാ പറഞ്ഞതാ, ഞാൻ കുറേ നാൾ ഞാൻ പഠിക്കാൻ പോയിന്നല്ലേ, അതുകൊണ്ട് അതേ മച്ചി ഞാൻ ചെറിയ പ്രായത്തിൽ പഠിക്കാൻ പോയതാ. അതേ മച്ചി, നമ്മൾ അവിടെ വേറെ അടുത്ത് പഠിക്കാൻ പോയതാ. നമ്മുടെ ഡാഡി പഠിക്കാൻ പറഞ്ഞ ഓസ്ട്രേലിയ കൊണ്ടിട്ട് ആക്കിയത്, അതുകൊണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞു വിട്ടതാ. അത് തമ്പിട്ട് ഇപ്പോൾ മാരേജ് കഴിക്കാൻ പുറത്തേതാ. അവൻ മാരേജ് കഴിഞ്ഞ കഴിഞ്ഞാൽ കുട്ടിയൊന്നുമില്ല, അവൻ നമ്പില്ലടി. അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക എന്ന് ഹീറോ മനസ്സിലൊരു സാഡായിട്ട് പറയായിരുന്നു. അതൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുക എന്നവർ ഓർത്തിരിക്കായിരുന്നു. അങ്ങനെ ഹീറോയി പറയുന്നു, മച്ചി അമ്മ ഫോൺ നമ്പർ അതിൽ മച്ചി എന്തടി ആൾറെഡി എൻ്റെ ചേട്ടനക്ക് എന്നെ അല്ല ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, പ്രിയ എടി എൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് പറഞ്ഞിടി. എടി നീ ആൾക്ക് കൊടുത്താൽ ഞാൻ അമ്മയോട് സംസാരിച്ചേ,